എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ബേസിക് മാസ് മീഡിയ തിയറീസിനെ കുറിച്ചിട്ടാണ്. കമ്മ്യൂണിക്കേഷൻ മോഡൽസ് അവസാനിച്ചു. നമ്മളിനി തിയറീസ് മാത്രമാണ് പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു തിയറി നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി അഥവാ മാജിക് ബുള്ളറ്റ് തിയറി അഥവാ ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി എന്ന് വിളിക്കപ്പെടുന്ന തിയറിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ രീതികൾ അതെങ്ങനെയാണ് ഇഫക്റ്റീവ് ആവുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ചില നോർമാറ്റീവ് തിയറീസ് ആണ്. നോർമാറ്റീവ് തിയറീസിലൂടെ ഇവർ പറയാൻ ശ്രമിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വാട്ട് ഈസ് ദ റോൾ ഓഫ് എ മാസ് മീഡിയ ഇൻ ദ സൊസൈറ്റി. സെക്കൻഡ് വൺ, what are the most important things that media should do and should not do. ചെയ്യേണ്ടത് ഏത്, ചെയ്യേണ്ടാത്തത് ഏത്. ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിനി ഉള്ള ടോപ്പിക്കുകളിൽ ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു നിർത്തിയത്. ഇതിൽ 3 തിയറീസിനെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ തിയറി അതോറിറ്റേറിയൻ തിയറി. രണ്ടാമത്തെ തിയറി ലിബർട്ടേറിയൻ തിയറി. മൂന്നാമത്തേത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി. ഇത് 3 രീതികളാണ്, 3 മെത്തേഡുകളാണ് മാസ് മീഡിയയ്ക്ക് ഈ സമൂഹത്തിലുള്ള പ്രാധാന്യത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും മാസ് മീഡിയ ചെയ്യേണ്ടത് എന്ത്, ചെയ്യാൻ പാടില്ലാത്തത് എന്ത് എന്നുള്ളതിനെ വിശകലനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയ 3 തിയറീസാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. 6 ഉണ്ട് മൊത്തം. അതിൽ ആദ്യത്തെ 3 നമ്മൾ ഈ ക്ലാസ്സിലും പിന്നത്തെ 3 നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലും ചർച്ച ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ തിയറിയിലേക്ക് പോകാം. അതോറിറ്റേറിയൻ തിയറി. അതോറിറ്റേറിയൻ തിയറിയാണ്. അതോറിറ്റി എന്ന് വെച്ചാൽ എന്താ? അധികാരി എന്നാണ് അർത്ഥം. തിയറിയിൽ എങ്ങനെയാണ് അതോറിറ്റി എന്നൊരു വാക്കിന് ഇത്ര പ്രാധാന്യം കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ദി അതോറിറ്റേറിയൻ തിയറി ഡിസ്ക്രൈബ്സ് എ സിറ്റുവേഷൻ വേർ എ ഗവൺമെന്റ് അണ്ടർ a direct dictator or ruling elite impose restriction over the media. അതാണ് അതോറിറ്റേറിയൻ തിയറി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നു, ദി അതോറിറ്റേറിയൻ തിയറി ഡിസ്ക്രൈബ് എ സിറ്റുവേഷൻ വേർ എ ഗവൺമെന്റ് അണ്ടർ എ ഡിക്റ്റേറ്റർ ഓർ റൂളിംഗ് എലൈറ്റ് ഇമ്പോസ് റെസ്ട്രിക്ഷൻ ഓവർ ദി മീഡിയ. അതായത് ഇവിടെ അതോറിറ്റേറിയൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഗവൺമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഗവൺമെന്റിന് തത്തുല്യമായിട്ടുള്ള അധികാരത്തിലിരിക്കുന്ന റൂളിംഗ് പേഴ്സൺ. ഈ പേഴ്സൺ മീഡിയയെ ബ്ലോക്ക് ചെയ്യുക, മീഡിയയ്ക്ക് മേലെ പൂർണ്ണമായിട്ടുള്ള റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തുക, മീഡിയയെ സെൻസർ ചെയ്യുക. മീഡിയയ്ക്ക് തന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യണമെങ്കിൽ അതോറിറ്റിയുടെ അധികാരം മേടിക്കണം, ഗവൺമെന്റിന്റെ സമ്മതം മേടിക്കണം. ഇപ്പോ കേരളത്തിലെ കാര്യം എടുക്കാം. സ്വർണ്ണക്കള്ളക്കടത്തിൽ ശിവശങ്കരനുമായിട്ട് ബന്ധപ്പെടുത്തുന്നു, ലൈഫ് മിഷൻ പദ്ധതി, കിഫ്ബി ലോൺ എടുക്കുന്നത്, ഇങ്ങനെ തുടങ്ങി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പോലീസ് നിയമ ഭേദഗതി ബിൽ ഓർഡിനൻസ് ഇറക്കി. 4-ാം ദിവസമാകുമ്പോഴേക്കും ഓർഡിനൻസ് പിൻവലിക്കാൻ കേരള മന്ത്രിസഭയുടെ തിരക്കിട്ട തീരുമാനം. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് പത്രങ്ങളിലൂടെയാണ് നമ്മൾ അറിയുന്നത്, മീഡിയയിലൂടെയാണ്, ടി വിയിലൂടെയാണ്, ഇന്റർനെറ്റിലൂടെയാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ അതോറിറ്റേറിയൻ തിയറി നിലനിൽക്കുന്ന സമൂഹമാണെങ്കിൽ അവിടെ ഗവൺമെന്റിനാണ് മേജർ റോൾ. ഗവൺമെന്റ് പറയാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്തയും, ഗവൺമെന്റിനെതിരായിട്ട് വരുന്ന ഒരു വാർത്തയും ഒറ്റ മീഡിയ റിപ്പോർട്ട് ചെയ്യണം. പിന്നെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു തിയറി നടപ്പിലായാലുള്ള പ്രശ്നം പത്രസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടും എന്നുള്ളതാണ്. പത്രത്തിന് സ്വതന്ത്രമായിട്ട് എഴുതാനോ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനോ കഴിയാതെ അതിന് കൂച്ചുവിലങ്ങിടും, പിടിച്ചൊരു മൂലയ്ക്ക് കെട്ടിയിടും. ഗവൺമെന്റ് പറയുന്നതും ചെയ്യുന്നതും മാത്രം റിപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു പത്രസ്വാതന്ത്ര്യം? പിന്നെ എന്തിനാണ് ഇവിടെ ഒരു മീഡിയ?
ഗവൺമെന്റിന് മാത്രം റിപ്പോർട്ട് ചെയ്താൽ പോരെ കാര്യങ്ങൾ? നേരിട്ട് മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ? ഇത് നടപ്പിലാക്കുന്ന വളരെ ചുരുക്കം ചില രാജ്യങ്ങളേ ഉള്ളൂ. പ്രത്യേകിച്ച് സൈനിക ഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളുണ്ടെങ്കിൽ, പാകിസ്ഥാൻ, താലിബാൻ പോലെയുള്ള മേഖലകളിലൊക്കെയാണ് ഇത്തരത്തിലൊരു രീതിയുള്ളൂ. മീഡിയയ്ക്ക് വലിയ റോളില്ല, സ്വാധീനമില്ല. ഗവൺമെന്റ് അല്ലെങ്കിൽ അതോറിറ്റി ആരോ അവർ തീരുമാനിച്ചോളും എന്ത് ജനങ്ങൾ അറിയണം, എന്ത് ജനങ്ങളോട് പറയണം, അതെങ്ങനെ പറയണം. നിങ്ങൾ വലിയ റോൾ എടുക്കണ്ട, അവിടെ മാറുന്നാൽ മതി. ഇവിടെ ഞങ്ങളുണ്ട് കാര്യങ്ങൾ നോക്കാൻ. ഇതാണ് ഈ തിയറിയുടെ പ്രത്യേകത. ഹിയർ ദ മീഡിയ ഹാസ് ടു ആക്ട് ആസ് എ സെർവന്റ് ഓഫ് ദ സ്റ്റേറ്റ് ഓർ എ മൗത്ത് പീസ് ഓഫ് ദ ഗവൺമെന്റ്. ഇവിടുന്ന് പടച്ചുണ്ടാക്കി വിടുന്ന കാര്യങ്ങൾ മാത്രം. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഇന്നൊരു ക്ഷേമ പ്രവർത്തനം നടത്തി, ഇന്ന പെൻഷൻ ഇന്ന രീതിയിൽ ഉയർത്തി, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം ഈ സർക്കാർ നിലകൊള്ളുന്നു. റോഡിന്റെ വികസനം, സ്മാർട്ട് സിറ്റികൾ, എല്ലാ ഗ്രാമങ്ങളിലും ഇന്റർനെറ്റിന്റെ ഉപയോഗം, ഡിജിറ്റൽ മണി, വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നു. യാഥാർത്ഥ്യം ഇതൊന്നുമല്ല, അതിൻ്റെ അപ്പുറത്തൊരു മുഖമുണ്ട്. പക്ഷെ അത് എക്സ്പോസ് ചെയ്യാനായിട്ട് മീഡിയയെ അനുവദിക്കാതിരിക്കുക, മീഡിയയെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ മുൻപിൽ ഒരു കവറിങ് കൊടുക്കുക. എന്നിട്ട് ആ കവറിങ്ങിന്റെ പുറത്ത് കുറെ എഴുതി കാണിക്കും അവർ ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രം. ജനങ്ങൾ വിചാരിക്കും, ഓ സൂപ്പർ ഗവൺമെന്റ്, ഒന്നും പറയാനില്ല, ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തതാണെന്നും ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണെന്നും മീഡിയയ്ക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ മീഡിയയ്ക്ക് അത് തുറന്നു പറയാനുള്ള ധൈര്യമില്ല, അനുവാദമില്ല. അതുകൊണ്ട് മുതലാളി എന്തു പറയുന്നോ അതനുസരിക്കൽ മാത്രമായിട്ട് ഇവര് മാറുന്നു. ഇഫ് മീഡിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ജേർണലിസ്റ്റ് fail to uphold the authority of the state, then they will censored, shut down or jail. ഇനി ഏതെങ്കിലും ഒരു മീഡിയ പ്രവർത്തകനോ മീഡിയക്കോ തോന്നാണ് ഇങ്ങനെ ഗവൺമെന്റ് പറയണത് മാത്രം ജനങ്ങൾ അറിഞ്ഞാൽ പോരാ, നമുക്ക് മീഡിയക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ളത് പബ്ലിക്കിനോടാണ്. മേജർ റെസ്പോൺസിബിലിറ്റി പബ്ലിക്കിനോടാണ്. ആ പബ്ലിക്കിനോടുള്ള റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് മീഡിയ ഗവൺമെന്റ് പറയാത്ത എന്തെങ്കിലും ഒരു കാര്യം റിപ്പോർട്ട് ചെയ്താൽ നാളെ അവരെ സെൻസർ ചെയ്യും, അല്ലെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി എടുക്കും, ഫൈൻ വരും. ചിലപ്പോ അതിന്റെ എഡിറ്ററോ ജേർണലിസ്റ്റോ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. കാരണം ദേശവിരുദ്ധ പ്രവർത്തനം എന്നായിരിക്കും അവരുടെ രാജ്യത്ത് അതിനെ വിശേഷിപ്പിക്കുക. പത്രസ്വാതന്ത്ര്യം എന്നല്ല. പത്രസ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്. The media in general are expected to subordinate to the established authority. Press freedom is severely restricted. Pre-censorship is an accepted practice. Pre-censorship എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കണ്ട് ബോധ്യപ്പെട്ട് അനുവദിക്കാവുന്നത് മാത്രം അനുവദിക്കുക. ഗവൺമെന്റിനെതിരെ ഒരു വാർത്ത ഉണ്ടെങ്കിൽ അപ്പം തന്നെ അത് വെട്ടിക്കളയും. ഇതാണ് പ്രീ സെൻസറിങ് എന്ന് പറയും. നമുക്കറിയാം ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഇറങ്ങുന്ന എല്ലാ സിനിമകളും സെൻസർഷിപ്പ് കിട്ടിയതിനു ശേഷം ഇറങ്ങുന്നതാണ്. സെൻസർ ചെയ്തതിനു ശേഷം CBFC സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ, ഈ സംഘടനയിലെ മെമ്പേഴ്സ് കണ്ട് സർട്ടിഫൈ ചെയ്ത സിനിമകൾ മാത്രമേ ഇന്ത്യയിൽ ഇറക്കാനായിട്ട് അനുവദിക്കുകയുള്ളൂ. ചില സമയങ്ങളിൽ U സർട്ടിഫിക്കറ്റ് കാണും, ചില സമയങ്ങളിൽ UA സർട്ടിഫിക്കറ്റ് കാണും, ചില സമയങ്ങളിൽ A സർട്ടിഫിക്കറ്റ് കാണും. ഇല്ലേ? A സർട്ടിഫൈഡ് ആയിട്ടുള്ള പടങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ A സർട്ടിഫൈഡ് എന്ന് പറയുമ്പോൾ നെഗറ്റീവിലേക്ക് വല്ലാണ്ട് പോകണ്ട, ഒരു മിനിമം രീതിയിൽ ആലോചിച്ചാൽ മതി. മലയാളത്തിൽ ഇറങ്ങിയ ദുൽഖർ സൽമാൻ അഭിനയിച്ച കമ്മട്ടിപ്പാടം A സർട്ടിഫൈഡ് സിനിമയാണ്. കമ്മട്ടിപ്പാടം കണ്ട എത്ര പേരുണ്ടാവും നമ്മുടെ ഇടയിൽ? അപ്പൊ A സർട്ടിഫൈഡ് നമ്മൾ കണ്ടിട്ടില്ല എന്നൊന്നും ആരും വെറുതെ വാചകടിക്കാനായിട്ട് നിൽക്കണ്ട. There can be government
റൺ ഓർ കൺട്രോൾഡ് ന്യൂസ് പേപ്പർ, ടെലിവിഷൻ ആൻഡ് റേഡിയോ സ്റ്റേഷൻ. എൻറ്റയർ മീഡിയയെ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള അതോറിറ്റേറിയൻ തിയറി നിലനിൽക്കുന്നത്. ദിസ് തിയറി ഇൻ ജനറൽ ഈസ് ആപ്ലിക്കബിൾ ടു കൺട്രി റൂൾഡ് ബൈ ഡിക്റ്റേറ്റർ or authoritarian political parties and religious leaders, but on certain occasions democratic governments can also function in an authoritarian manner and impose restrictions including pre-censorship of the media. പക്ഷേ ഇങ്ങനത്തെ നിലനിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സൈനിക അധികാരികൾ അല്ലെങ്കിൽ ഏകാധിപതികളായിട്ടുള്ള വ്യക്തികൾ ഭരണം നടത്തുന്ന, പൊളിറ്റിക്കൽ പാർട്ടീസ് ഭരണം നടത്തുന്ന ചില രാജ്യങ്ങളിൽ, ഉദാഹരണത്തിന് മറ്റൊരു ഉദാഹരണമാണ് ചൈന. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരണം നടത്തുന്നത്. പാർട്ടി പറയുന്നതല്ലാതെ ഒരു മീഡിയയ്ക്ക് ഒന്നും റിപ്പോർട്ട് ചെയ്യാനായിട്ട് പാടില്ല. പാർട്ടി, ഗവൺമെന്റ് എന്ന് പറയുന്നത് പാർട്ടിയാണ് ദി അൾട്ടിമേറ്റ്. പാർട്ടി പറയുന്നതേ മീഡിയ ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ നാളെ മീഡിയ ആ രാജ്യത്ത് ഉണ്ടായിരിക്കില്ല. എന്നാൽ ചില സമയത്ത് ഡെമോക്രസിയിലും ഇത്തരത്തിലൊരു പ്രസ് സെൻസർഷിപ്പ്, പ്രീ സെൻസർഷിപ്പ് എന്ന് പറയുന്നത് നടപ്പിൽ വരുത്തേണ്ട ആവശ്യമുണ്ടാവാറുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ അത് വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നാഷണൽ എമർജൻസി 1975 ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച രാജ്യത്തെ അടിയന്തരാവസ്ഥ കാലത്ത് പത്രസ്വാതന്ത്ര്യം ഇല്ല. പത്രത്തിന് എന്തും എഴുതാനുള്ള അധികാരമൊന്നുമില്ല. യഥാർത്ഥത്തിലുള്ള ഡെമോക്രാറ്റിക് കൺട്രിയിൽ പത്രസ്വാതന്ത്ര്യം വേണമെന്ന് തന്നെയാണ് എല്ലാവരും പറയുക. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, നാഷണൽ എമർജൻസി പോലുള്ള അവസരങ്ങളിൽ പത്രസ്വാതന്ത്ര്യം ചിലപ്പോൾ നിഷേധിക്കപ്പെട്ടേക്കാം. അത് ചോദ്യം ചെയ്യാനായിട്ട് യാതൊരു നിവൃത്തിയില്ല. സെക്കൻഡ് വൺ, ലിബർട്ടേറിയൻ തിയറി ഓഫ് മീഡിയ. Libertarian theory of media, occasionally referred to as free press theory, is founded on fundamental right of an individual to freedom of speech and expression. രണ്ടാമത്തെ രീതിയാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന ലിബർട്ടേറിയൻ തിയറി എന്ന് പറയുന്നത്. ലിബർട്ടേറിയൻ തിയറി പറയുന്നു പത്ര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന്. അതിന് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടാണ് ഇന്ത്യയിൽ പരിഗണിക്കുന്നത്. ആർട്ടിക്കിൾ 19(1)(a) പ്രകാരം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, സംസാരിക്കാനും ആശയ വിനിമയത്തിനുള്ള സ്വാതന്ത്ര്യവും അത് എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശവുമാണ് നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം. ഇന്ത്യയിലെ ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറയുന്നത് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു 1975 പോലെ ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ഇതിന് പിന്നെ വാലിഡിറ്റി ഇല്ല. അല്ലാത്ത പക്ഷം ഇന്ത്യയിൽ അതിന് വാലിഡിറ്റി ഉണ്ട്. Thus, it is the exact opposite of the authoritarian theory of media. The individual is given maximum freedom to express and also to choose the media of his or her liking. There should not be any censorship on freedom of expression. ഇത്തരം രാജ്യങ്ങളിൽ, ഇത് നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ യാതൊരു വിധത്തിലുള്ള പ്രീ സെൻസർഷിപ്പുകൾ ഉണ്ടായിരിക്കില്ല. മുന്നേ കൂട്ടി അതിനെ സെൻസർ ചെയ്ത് ഉറപ്പുവരുത്തി അവർക്ക് താല്പര്യമുള്ളത് മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അതിന് മാത്രം അംഗീകാരം കൊടുക്കുന്ന രീതി ഈ പറഞ്ഞ ലിബർട്ടേറിയൻ തിയറി നിലനിൽക്കുന്ന രാജ്യങ്ങളിലില്ല. ഇന്ത്യ ഇത്തരത്തിലുള്ള ലിബർട്ടേറിയൻ തിയറി നിലനിൽക്കുന്ന രാജ്യമാണ്. This theory argues that all ideas should be presented before the individual and they will choose the best. ഇവിടെ ചെയ്യുന്നത് മീഡിയയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം, അവർക്ക് ഇഷ്ടമുള്ള എല്ലാ വാർത്തകളും ഇറക്കാം. പക്ഷെ വായിക്കുന്ന പ്രേക്ഷകൻ തീരുമാനിക്കും അതിലേത് എനിക്ക് എടുക്കണം, ഏത് ഞാൻ ചൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അതിലേക്ക് കൈകടത്താൻ മീഡിയയെ അനുവദിക്കില്ല.
Here, the individual is supreme and not the state or the society. ഗവൺമെന്റിനോ സ്റ്റേറ്റിനോ പ്രാധാന്യം കൂടുതലില്ല. പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യവും പബ്ലിക്കിനാണ്. പബ്ലിക്കിന് വേണ്ടി മീഡിയ എല്ലാ വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ നിന്ന് ആവശ്യമുള്ളത് സൊസൈറ്റിയിലുള്ളവർ, പബ്ലിക്കിലുള്ളവർ, അല്ലെങ്കിൽ ഈ ഓഡിയൻസ് എന്ന് വിളിക്കപ്പെടുന്ന സമൂഹം സെലക്ട് ചെയ്തെടുക്കുന്നു. The first amendment of the US Constitution, which states that Congress shall make no law abridging the freedom of the press, is an assertion of the individual's right to free speech and expression. അമേരിക്കയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന അമെൻഡ് ചെയ്തപ്പോൾ, ഭേദഗതി ചെയ്തപ്പോൾ ആദ്യം വരുത്തിയ ഭേദഗതിയാണ്. അവരതിന് പറഞ്ഞിരിക്കുന്ന വാചകം നോക്കൂ. ഇന്ന് നമ്മളൊരു പുതിയ നിയമം കൊണ്ടുവരാനല്ല ഉദ്ദേശിക്കുന്നത്, ഉള്ളതിൽ ഒരെണ്ണം ആഡ് ചെയ്യാണ്. ഫ്രീഡം ഓഫ് ദി പ്രസ് ആണ് നമ്മളിനി ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഫ്രീഡം ഓഫ് പ്രസ് ആഡ് ചെയ്യുന്നതിൻ്റെ കാരണം ഇത് ഇൻഡിവിജ്വൽസിൻ്റെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ളതാണ്. ജനങ്ങൾക്ക് കൃത്യമായിട്ട് സംസാരിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള വേദി കിട്ടണമെങ്കിൽ മീഡിയയ്ക്ക് സ്വാതന്ത്ര്യം വേണം. അതിലൂടെ അവർക്ക് അത് പറയാൻ പറ്റണം. അതിലൂടെ അവർ മനസ്സിലാക്കുന്നതിന് അനുസരിച്ച് ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള കഴിവ് കിട്ടണമെങ്കിൽ പത്രസ്വാതന്ത്ര്യം ഈ രാജ്യത്ത് അത്യാവശ്യമാണ് എന്ന് US കോൺഗ്രസ് തിരിച്ചറിയുകയും ആദ്യത്തെ അമെൻമെന്റിലൂടെ തന്നെ അത് നടപ്പിലാക്കുകയും ചെയ്തു. ജോൺ മിൽട്ടൺ ആൻഡ് JS Mill were the early proponents of the libertarian theory of the media. A free press is essential for the dignity of an individual in a society. In other words, this theory celebrates an individual freedom of speech and expression without interference from the authorities. JS Millum ജോൺ മിൽട്ടണും രണ്ടുപേരും ലിബർട്ടേറിയൻ തിയറിയുടെ വക്താക്കളാണ്. ലിബർട്ടിക്ക് വേണ്ടി ഒരുപാട്, അത് ഇക്കണോമിക്കൽ ലിബർട്ടി ആയാലും ഫ്രീഡം ഓഫ് പ്രസ് ആയാലും വേണ്ടി വാദിച്ച വ്യക്തികളാണ്. അവർ കൃത്യമായിട്ട് പറയുന്നു, ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഫ്രീ മീഡിയ എന്ന് വെച്ചാൽ സൗജന്യ മീഡിയ എന്നല്ല, സ്വാതന്ത്ര്യമുള്ള വിലക്കുകളില്ലാത്ത മീഡിയ പ്രവർത്തനമാണ് ഒരു രാജ്യത്തെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. കാരണം അതുണ്ടെങ്കിൽ മാത്രമേ കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് ആശയങ്ങൾ എത്താനും അതിനെ മനസ്സിലാക്കി അതിന് അനുസൃതമായിട്ട് അവർക്ക് മറുപടി പറയാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടുള്ളൂ. ആദ്യം കൊടുക്കേണ്ടത് പ്രസ് ഫ്രീഡമാണ്, മീഡിയയെ ഫ്രീ ആക്കി വിടുക. അതിലേക്ക് ഗവൺമെന്റോ ഒഫീഷ്യൽസോ ഭരണാധികാരികളോ കടന്നുകയറ്റം നടത്താതിരിക്കുക. However, unrestricted individual freedom can pose dangers to nation's security, privacy and individuals and society's value system. പക്ഷെ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. മീഡിയയ്ക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുമ്പോൾ മീഡിയ എല്ലായിടത്തേക്കും കടന്നു ചെന്നാൽ എന്ത് ചെയ്യും? നമ്മളുടെ ബെഡ്റൂം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വകാര്യതയാണ്. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് നമ്മളുടെ കുടുംബത്തിന്റെ സ്വകാര്യതയാണ്. അതിനുള്ളിലേക്ക് കടന്നു കയറാൻ മീഡിയ ശ്രമിച്ചാൽ ആ കടന്നു കയറിയിട്ട് അവര് പറയാണ്, ദിസ് ഈസ് അവർ ഫ്രീഡം ഓഫ് പ്രസ് ആൻഡ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? നമ്മുടെ കുടുംബത്തേക്ക് കടന്നു കയറി നമ്മൾ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. കാരണം നമുക്കെല്ലാവർക്കും അവരുടെ പ്രൈവസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതിലേക്ക് മീഡിയയുടെ കണ്ണുകൾ നീങ്ങുന്നുണ്ടെങ്കിൽ ആ കണ്ണിനെ കവർ ചെയ്യേണ്ട ഉത്തരവാദിത്തം നമ്മളുടെ കൂടിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് മീഡിയയെ പൂർണ്ണമായിട്ടും തുറന്നുവിടാനും അഴിച്ചുവിടാനും പാടില്ല. രണ്ട്, മീഡിയ ഡിഫൻസിന്റെ ഇതിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് വന്നിട്ട് എല്ലാ ആയുധ ശേഖരങ്ങളും കവർ ചെയ്യാണ്. എന്നിട്ട് നാളത്തെ ഒരു വാർത്തയിൽ കൊടുക്കുകയാണ്, ഇന്ത്യൻ ആയുധ ശേഖരത്തിന്റെ ശക്തി ഇത്ര പടക്കപ്പലുകൾ, ഇത്ര പീരങ്കികൾ, ഇത്ര വെടിയുണ്ടകൾ, ഇത്ര ബോംബുകൾ, ഇന്ന ടെക്നോളജികൾ, ഇതൊക്കെ അവർ പരസ്യമാക്കുകയാണ്. എന്നിട്ട് അവർ പറയാണ്, ഇത് ഞങ്ങളുടെ
ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ ഭാഗമാണ്. അനുവദിക്കാൻ പറ്റില്ല. കാരണം നമ്മളുടെ സെക്യൂരിറ്റിയുടെ പ്രശ്നമാണ്. നമ്മുടെ കയ്യിൽ എത്ര യുദ്ധമുതലുണ്ട്, നമ്മുടെ യുദ്ധതന്ത്രങ്ങൾ എന്തൊക്കെയെന്ന് ശത്രുക്കൾ മനസ്സിലാക്കിയാൽ അവർ നമ്മൾ ഈസി ആയിട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തും. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി അവർ മൂവ് ചെയ്യും. അപ്പം ഓപ്പോസിറ്റ് സ്ട്രാറ്റജിയെ തിരിച്ചറിഞ്ഞ് അതിനെ എതിർത്ത് നിൽക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമ്മളുടെ ഓരോരുത്തരുടെയുമാണ്. അതുകൊണ്ട് മീഡിയയ്ക്ക് അത്തരം സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണ്. In practice, libertarian policies provide free speech and expression to the rich and elite by sidling the vast majority of the population. In situations dominated by competitions, reliance on advertising and ownership by business tycoons, the media is likely to protect the interest of the freedom of the rich and the powerful. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഇന്ത്യ പോലുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ചില പവർഫുൾ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ചില പബ്ലിക് എന്റർപ്രൈസുകൾ അല്ലെങ്കിൽ ചില പബ്ലിക് അല്ല പ്രൈവറ്റ് എന്റർപ്രൈസുകൾ, അതുമല്ലെങ്കിൽ ചില വ്യക്തികൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മീഡിയയെ ഉപയോഗപ്പെടുത്തുന്ന രീതിയും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അവരുടെ പൈസ ഉപയോഗിച്ച് മീഡിയകളെ വിലക്ക് മേടിച്ച് അവർക്ക് വേണ്ടി വാർത്തകൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നവരാക്കി മീഡിയയെ മാറ്റി തീർക്കുക. അതിലൂടെ അവർക്കൊരു ക്ലീൻ ഇമേജ് കൊടുക്കുക. അവർ ചിലപ്പോൾ അപ്പുറത്ത് നമ്മളുടെ നാച്ചുറൽ റിസോഴ്സസിനെ ഊറ്റിക്കൊണ്ടു പോകുന്നുണ്ടാവും. പക്ഷെ ആ ഊറ്റിയെടുക്കുന്നത് ജനങ്ങളെ അറിയാതിരിക്കാൻ അവരുടെ മുൻപിൽ ഒരു പുകമറ സൃഷ്ടിക്കുക. ഞങ്ങൾ ഇത്രയും പേർക്ക് സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുന്നു, ഡയാലിസിസിന് വേണ്ടി ഞങ്ങളുടെ കമ്പനി ഇത്രയും രൂപ ചെലവാക്കുന്നു, അതിനൊക്കെ വലുതാക്കി കാണിക്കും. എന്നിട്ട് അവരപ്പുറത്ത് വനം നശിപ്പിക്കുന്നതോ ഭൂഗർഭ ജലസ്രോതസ് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ധാതുക്കളും ലവണങ്ങളൊക്കെ കുഴിച്ചെടുക്കുന്നതോ ഇതൊന്നും മറ്റാരെയും അറിയിക്കാതിരിക്കാൻ വേണ്ടി ഇത്തരം ചില നുടുക്ക് വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ മുൻപിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും. അത്തരത്തിൽ മീഡിയയെ ഉപയോഗിച്ച് സ്വന്തം പേര് നിലനിർത്താൻ ശ്രമിക്കുന്നതും ഇത്തരത്തിലുള്ള തിയറിയുടെ വലിയൊരു പോരായ്മയാണ്. ഇപ്പം 2 പോരായ്മകളാണ് ഈ തിയറിക്കുള്ളത്. ഒന്നാമത്തെ പോരായ്മ പേഴ്സണൽ അല്ലെങ്കിൽ നമ്മളുടേത് എന്ന് കരുതുന്ന പ്രൈവസി നഷ്ടപ്പെടാനായിട്ട് മീഡിയ സ്വാതന്ത്ര്യം കൂടുതലായാൽ അത് കാരണമാണ്. രണ്ടാമത്തേത് നമ്മൾ പറയുന്നു, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ചില വലിയ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ചില ഫാമിലീസ് അവരുടെ സ്വന്തം ഓണർഷിപ്പിൽ മീഡിയയെ സ്വന്തമാക്കുകയും അവരുടേത് മാത്രമായിട്ടുള്ള വാർത്തകൾ പുറത്തുവിടുകയും അവരുടെ അഭിവൃദ്ധിക്കും അവരുടെ വികസനത്തിനും വേണ്ടി മീഡിയയെ ഉപയോഗപ്പെടുത്തുന്ന രീതിയും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ദെൻ തേർഡ് വൺ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറിയിൽ എങ്ങനെയാണ് മീഡിയയുടെ പ്രവർത്തനം എന്ന് നോക്കാം. ആദ്യത്തേതിൽ നമ്മൾ പറഞ്ഞു ഗവൺമെന്റിന് മാത്രമാണ് പ്രാധാന്യം എന്ന് പറഞ്ഞു, ഗവൺമെന്റ് പറയുന്ന പോലെയാണ് പ്രീ സെൻസർഷിപ്പ് ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞു. രണ്ടാമത്തേതിൽ നമ്മൾ പറയുന്നു പ്രസ്സിനാണ് പൂർണ്ണമായിട്ടുള്ള ഫ്രീഡം, പ്രസ്സിന് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കാമെന്ന് പറയുന്നു. മൂന്നാമത്തേതിൽ നമ്മൾ പറയുന്നു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി. എന്താണ് വ്യത്യാസമെന്ന് നോക്കാം. Largely unrestricted press freedom in America was misused by the press owners and other vested group. അതാണ് പ്രശ്നം. കൂടുതലായിട്ട് സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ അതിനെ ദുർവിനിയോഗം ചെയ്യാനായിട്ട് ചില ഗ്രൂപ്പ്, ചില ആളുകൾ, ചില വിഭാഗക്കാർ തയ്യാറായി. അപ്പൊ അവിടെ ഒരു റെസ്ട്രിക്ഷൻ വേണം. എങ്ങനെയാണ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത്? ഇവരെങ്ങനെയെങ്കിലും തടയിടണം. കാരണം ഇവർക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യം അനുവദിച്ച് അവരത് മിസ്യൂസ് ചെയ്യരുത്, ശരിയാവില്ല. കോൺസിക്വന്റ്ലി there was a pressure on the American government to regulate media for safeguarding the larger interest of the society. സമൂഹത്തിന്റെ താല്പര്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മീഡിയയ്ക്ക് റെസ്ട്രിക്ഷൻ കൊണ്ടുവരാൻ അമേരിക്കൻ ഗവൺമെന്റ് നിർബന്ധിതരായി. Thus, an independent commission
headed by Robert Kitchens, along with 12 other experts from different field of was appointed in 1942 to look into the role of the media. മീഡിയയുടെ ആവശ്യം എന്ത്, മീഡിയയുടെ റോൾ എന്ത് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി ഒരു കമ്മീഷനെ 1942 നിയോഗിച്ചു. അവരതിനെക്കുറിച്ച് സ്റ്റഡി നടത്തി. ദ ഫേമസ് ടൈം മാഗസിൻ ഫിനാൻസ് ദി പ്രോജക്റ്റ്. ടൈം മാഗസിൻ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. ടൈം മാഗസിൻ ഈ പ്രോജക്റ്റ് ഫിനാൻസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതിനു വേണ്ടി വരുന്ന ചെലവ് എത്രയാണെന്ന് വെച്ചാൽ അത് ടൈം മാഗസിൻ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. കാരണം എങ്ങനെയായിരിക്കണം പത്രസ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പം അത് ടൈം മാഗസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അവരത് സ്പോൺസർ ചെയ്തു. ദി റെക്കമെൻഡേഷൻ നോൺ ആസ് കെച്ചിൻസ് കമ്മീഷൻ റിപ്പോർട്ട് were released in 1947. 42-ൽ പഠനം നടത്തി 1947-ലെ കച്ചിൻസിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. The commission found that libertarian approach to the media freedom had failed to meet the informational and social need of the poor and marginalized section of the society. ഇവർ പറയാണ് ലിബർട്ടേറിയൻ തിയറി ഒക്കെ നല്ലതായിരുന്നു, പക്ഷേ അധകൃതരായി കിടക്കുന്ന, അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളാൽ തിരിച്ചറിയപ്പെടാതെ മാർജിനലൈസ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ച്, അണ്ടർ ഡെവലപ്പ് വിഭാഗത്തെ കുറിച്ച് ഒന്നും തന്നെ ലിബർട്ടേറിയൻ മെത്തേഡിൽ വരുന്നില്ല. കാരണം അവര് പ്രൈവറ്റ് എന്റർപ്രൈസിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മീഡിയ ഏതെങ്കിലും ഒരു മുതലാളിയുടെ കയ്യിലായിരിക്കും. അയാൾക്ക് ഈ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് എന്ത് പറയാൻ? ആദിവാസികൾ, അപരിഷ്കൃതരായിട്ടുള്ള വ്യക്തികൾ, അവരെ കുറിച്ചൊക്കെ എന്ത് പറയാൻ? അയാളുടെ മീഡിയയിൽ ഒന്നും റിപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ അമേരിക്കയിൽ നടത്തിയ സ്റ്റഡിയിൽ അവർ പറയാണ്, ഒരു വലിയ വിഭാഗം ഈ മീഡിയയുടെ ഒരു ഇതിൽ പെടാതെ, മീഡിയയുടെ സർവൈലൻസിൽ പെടാതെ നീക്കി നിർത്തപ്പെടുന്നു. അത് വലിയൊരു പോരായ്മയാണ്. മീഡിയ എന്ന് പറഞ്ഞാൽ അത് എൻ്റയർ പബ്ലിക്കിന് വേണ്ടിയിട്ടാണ്, എല്ലാവരും ഉൾപ്പെടണം. ഇങ്ങനെ ഒരു വിഭാഗത്തെ മാറ്റി നിർത്താനായിട്ട് പാടില്ല. അപ്പൊ അതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോഴത്തെ. ഓൺ ദി അതർ ഹാൻഡ്, കമ്മീഷൻ ഫൗണ്ട് ദാറ്റ് സച്ച് മീഡിയ സിസ്റ്റം ഹാസ് ഇൻക്രീസ്ഡ് ദ പവർ ഓഫ് ദി എലൈറ്റ്. ഈ അണ്ടർ ഡെവലപ്ഡിനെ നീക്കി നിർത്തിയാൽ, മാർജിനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓൾറെഡി പവർഫുൾ ആയിട്ടുള്ളൊരു വിങ് ഉണ്ട്, അവരുടെ കയ്യിലാണല്ലോ മീഡിയ. ആ പവർഫുൾ വിങ് വീണ്ടും പവർഫുൾ ആവാനായിട്ട് കാരണമാവും. സ്ക്വയർ ഇട്ടിരിക്കുകയാണ്. കാരണം അഗെയിൻ ഇതിനേക്കാൾ ഇരട്ടി പവർഫുൾ ആയിട്ട് മാറുകയാണ്. പവർഫുൾ ആയിരുന്നവൻ വീണ്ടും പവർഫുൾ ആവുന്നു. ശ്രദ്ധിക്കപ്പെടാതെ തഴയപ്പെട്ടവൻ വീണ്ടും തഴഞ്ഞ് സമൂഹത്തിന്റെ അടിത്തട്ടിൽ തന്നെ നിലകൊള്ളേണ്ടി വരുന്ന സാഹചര്യം. Similarly, there was also little diversity of views in the media, although media had tremendous power and freedom, it was not accountable to anyone. അപ്പോൾ ഇവർ പറയുന്ന മീഡിയയ്ക്ക് ഫ്രീഡം വേണം. മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഫ്രീഡം ആവശ്യമാണ്. പക്ഷേ ഈ ഫ്രീഡം ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനുള്ളതായിരിക്കരുത്. എൻ്റയർ സമൂഹത്തിനെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി, അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒന്നായിരിക്കണം മീഡിയ. എങ്കിൽ മാത്രമേ ഈ ഫ്രീഡം കൊണ്ട് ഉപകാരമുള്ളൂ. അല്ലെങ്കിൽ ഈ ഫ്രീഡം ഉപകാരപ്രദമായിട്ടുള്ള ഒന്നായിട്ട് തീരില്ല. ദി കമ്മീഷൻ റെക്കമെൻഡഡ് ദാറ്റ് മീഡിയ ഹാഡ് സർട്ടൻ ഒബ്ലിഗേഷൻസ് ടു സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് വെൽബീയിങ്. പബ്ലിക്കിനോട്, സൊസൈറ്റിയോടായിരിക്കണം മീഡിയയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. പബ്ലിക്കിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ വെൽബീയിങ്ങിന് വേണ്ടി, അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി, അവരുടെ സോഷ്യൽ, കൾച്ചറൽ, റിലീജിയസ്, എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കണം മീഡിയ നിലകൊള്ളേണ്ടത്. അല്ലാതെ ഒരു റിലയൻസ് ഗ്രൂപ്പിന് സപ്പോർട്ട് ചെയ്യാൻ, ഒരു അദാനി ഗ്രൂപ്പിന് സപ്പോർട്ട് ചെയ്യാനല്ല മീഡിയ ശ്രദ്ധിക്കേണ്ടത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇന്ത്യയിലത്തെ എല്ലാ മേജർ ന്യൂസ് മീഡിയാസിന്റെ എല്ലാ വിഭാഗങ്ങളും, ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ചില ഗ്രൂപ്പുകളുടെ കയ്യിലാണ്. റിലയൻസ്, ആദിത്യ ബിർള,
അതുപോലെ തന്നെ അദാനി, ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനികളുടെ കീഴിലാണ് ഈ മീഡിയകളൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ മീഡിയയെ പുറത്തു കൊണ്ടുവന്ന് ജനങ്ങൾക്ക് കൂടി താല്പര്യപ്രദമാകുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹിക ഉത്തരവാദിത്തം, സമൂഹത്തിനോടായിരിക്കണം ഉത്തരവാദിത്തം. അതിൻ്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടായിരിക്കണം പത്രങ്ങളും മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. പബ്ലിക് ഇൻട്രസ്റ്റ് വാസ് ഗ്രേറ്റർ വാല്യൂ അൺറെഗുലേറ്റഡ് ഫ്രീഡം ഓഫ് ദി മീഡിയ. മീഡിയയ്ക്ക് ഫ്രീഡം കിട്ടുമ്പോൾ പബ്ലിക്കിൻ്റെ വെൽബീയിങ് ആയിരിക്കണം ഇവരുടെ ലക്ഷ്യം. വേറെ ഒരു ഉദ്ദേശവും ഇവർക്ക് ഉണ്ടായിരിക്കരുത്. ഒരാളെ സപ്പോർട്ട് ചെയ്യാനോ, ഒരു വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യാനോ, ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാനോ, ഒരു രാജ്യത്തെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാനോ വേണ്ടിയിട്ടായിരിക്കരുത്. പബ്ലിക് വെൽബീയിങ്, സാമൂഹിക സുരക്ഷ, സാമൂഹിക നന്മയെ, സാമൂഹിക പ്രതിബദ്ധതയെ നിലനിർത്തിക്കൊണ്ടുള്ള ഫ്രീഡം മീഡിയയ്ക്ക് കിട്ടിയാൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഒരു രാജ്യത്ത് മീഡിയ സിസ്റ്റം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. Thus, self-regulation by the media and regulation by the government were essential. ഫ്രീഡം ഒക്കെ കൊടുത്തോളൂ, സ്വാതന്ത്ര്യം വേണം, അത്യാവശ്യമാണ്. പക്ഷേ ചില ഏരിയകളിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണം ഇവർക്ക് മേലുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇവർ കുത്തഴിഞ്ഞ് അല്ലെങ്കിൽ കെട്ടുവിട്ട പട്ടം പോലെ പാറിപ്പോവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള സമയങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദി മീഡിയ ഷുഡ് മെയിൻറ്റെയിൻ high professional standard and adhere to truth, accuracy, objectivity, balance. 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ട്രൂത്ത് ആയിരിക്കണം. നമ്മൾ വിളിച്ചു പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ പറയരുത്. നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത യാതൊരു കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യരുത്. 2, ആക്യുറസി, കൃത്യമായിരിക്കും. ഒരാൾ മരിച്ചിട്ടില്ലെങ്കിൽ ഒരാൾ മരിച്ചു എന്ന് പറയണം. നിങ്ങളുടെ പത്രം കൂടുതൽ ആൾക്കാർ മേടിച്ചു വായിക്കാൻ വേണ്ടി 5 ആൾ മരിച്ചു, അതിൻ്റെ ഒരു ഭീകരത കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. അപ്പൊ അവിടെ ആക്യുറേറ്റ് ആയിരിക്കണം. ഒബ്ജക്ടിവിറ്റി, അഗെയിൻ സത്യസന്ധത എന്നുള്ള വാക്കിന്റെ മറ്റൊരു വേർഡാണ് ഒബ്ജക്ടിവിറ്റി. ബാലൻസ്, കൃത്യമായിട്ട് എല്ലാ മേഖലയും ഒരുമിച്ച് കൊണ്ടുപോകാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു വിഭാഗത്തെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ ഭാഗത്തെയും വാർത്തകൾ വരാത്തക്ക രീതിയിലായിരിക്കണം നിങ്ങളുടെ പത്രങ്ങൾ പുറത്തിറങ്ങേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ മീഡിയകൾ പ്രവർത്തിക്കേണ്ടത്. അത്തരമൊരു സാഹചര്യത്തിൽ മാത്രമേ ഫ്രീഡം കൊണ്ട് ഉപകാരമുള്ളൂ. ഇല്ലെങ്കിൽ ഫ്രീഡം 10 പൈസയ്ക്ക് ഉപകാരമില്ലാത്തൊരു കാര്യമാണ്. മാധ്യമങ്ങൾ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കാനായിട്ട് അത് കാരണമായി തീരും. കച്ചിൻസ് കമ്മീഷൻ റിപ്പോർട്ട് paved the way for the establishment of press council, drawing up code of ethics, anti-monopoly legislation, etc. കച്ചിൻസ് റിപ്പോർട്ട് വന്നതോടുകൂടി ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ കൂടി അവർ മുന്നോട്ട് വെച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രസ് കൗൺസിൽ. പ്രസ് കൗൺസിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന മീഡിയ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി. അവരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പൊസിഷനിലൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് അവർക്കറിയാം എന്തിലാണ് സ്വാതന്ത്ര്യം അനുവദിക്കേണ്ടത്, എന്തിലാണ് സ്വാതന്ത്ര്യം അനുവദിക്കാൻ പാടില്ലാത്തത്. ഇത്തരം കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് വ്യക്തമായും കൃത്യമായും അതിനെ വിശകലനം ചെയ്ത് അത് തരംതിരിച്ച് അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു പ്രസ് കൗൺസിലിന് രൂപം കൊടുക്കാൻ കച്ചിൻസ് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തു. ദെൻ ഒരു കോഡ് ഓഫ് എത്തിക്സ്, ധാർമ്മികപരമായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങൾ ഒരു ജേർണലിസ്റ്റിന്, ഒരു പത്രത്തിന് ഉണ്ടായിരിക്കണം എന്ന് കാണിച്ചു തരാൻ വേണ്ടി. ഒരു പത്രം എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്തതുണ്ട് എന്നവനെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി കൊടുക്കത്തക്ക രീതിയിലേക്ക് ഒരു കോഡ് ഓഫ് എത്തിക്സ് ക്രിയേറ്റ് ചെയ്ത് ആ എത്തിക്സിനെ, ധാർമ്മികതയിൽ അടിയുറച്ച് നിലനിൽക്കുന്ന ഒരു പത്ര സംവിധാനത്തിൻ്റെ മുകളിലേക്കുള്ള ചവിട്ടുപടിയാക്കി മാറ്റിയാൽ മാത്രമേ മീഡിയ ഫ്രീഡം കൊണ്ട് ഉപകാരമുള്ളൂ. Government intervention on the media was justified when media misused freedom. ഈ കൊടുക്കുന്ന ഫ്രീഡം എപ്പോഴാണോ മീഡിയ മിസ്യൂസ് ചെയ്യുന്നത് അവിടെയാണ് ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ടതും ആവശ്യമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തേണ്ടതും. ഫ്രീഡം കൊടുക്കുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്, പബ്ലിക് വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ്.
അതിനുപയോഗിക്കാതെ അവർക്ക് കിട്ടിയ ഫ്രീഡം അവർ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നു എന്ന് കണ്ടാൽ ഉടനെ കയറി മീഡിയയെ ബ്ലോക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഈ പറയുന്ന ഗവൺമെന്റിനുണ്ട്. The synthesis of the various recommendation of the Kachins Commission report, also known as social responsibility theory of the media. അന്ന് കച്ചിൻസ് റിപ്പോർട്ടിൽ അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളെയാണ് ഈ പറയുന്ന കച്ചിൻസ് റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നു. നമ്മൾ ഇന്ന് 3 നോർമാറ്റീവ് തിയറികളാണ് പഠിച്ചത്. ഒന്നാമത്തേത് അതോറിറ്റേറിയൻ തിയറിയാണ്. അതോറിറ്റേറിയൻ തിയറിയിൽ വളരെ കൃത്യമായിട്ട് ഗവൺമെന്റിന്റെ ഇടപെടൽ, ഗവൺമെന്റിനുള്ള പ്രാധാന്യം അല്ലെങ്കിൽ ഗവൺമെന്റ് മീഡിയയെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അവിടെ മീഡിയയ്ക്ക് സ്വാതന്ത്ര്യമില്ല. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. ഗവൺമെന്റ് വിചാരിക്കുന്നത് മാത്രം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥ ഈ നാട്ടിൽ രൂപപ്പെടും. രണ്ടാമതായിട്ട് പറയുന്നു, രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നത് ലിബർട്ടേറിയൻ തിയറിയാണ്. ലിബർട്ടേറിയൻ തിയറി പറയുന്നു പത്രത്തിന് ആവശ്യമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. ഈ അവശ്യ സ്വാതന്ത്ര്യത്തിന് ഇടയിലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഗവൺമെന്റിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ അവശ്യ സാഹചര്യങ്ങളിൽ കൊണ്ടുവരാനും അവരെ ഒന്ന് കൺട്രോൾ ചെയ്യാനും നമ്മൾ ശ്രമിക്കണം. അല്ലെങ്കിൽ പ്രൈവറ്റ് ഫ്രീഡത്തിലേക്ക് കടന്നു കയറാനായിട്ട് അത് കാരണമാവും. 2, ചില പ്രൈവറ്റ് ഗ്രൂപ്പുകൾ അവരുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, ലാഭത്തിന് വേണ്ടി മീഡിയയെ ഉപയോഗിക്കുന്ന രീതിയും ലിബർട്ടേറിയൻ തിയറിയിൽ വളരെ കൂടുതലായിട്ട് കാണുന്നു എന്നാണ് പറയുന്നത്. തേർഡ് വൺ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറിയാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പറയുന്നതും മീഡിയയ്ക്ക് ഫ്രീഡം കൊടുക്കണമെന്ന് തന്നെയാണ്. പക്ഷെ ആ മീഡിയ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിന്റെ ആണ്. അങ്ങനെ നിലനിൽക്കാത്ത സാഹചര്യത്തിൽ ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്ത് മുന്നോട്ട് വരാൻ ഗവൺമെന്റ് തയ്യാറായാൽ മാത്രമേ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി നിലനിൽക്കൂ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സോവിയറ്റ് മീഡിയ തിയറി, ദെൻ ഡെവലപ്മെന്റ് മീഡിയ തിയറി ആൻഡ് ലാസ്റ്റ് വൺ ഡെമോക്രാറ്റിക് മീഡിയ തിയറി എന്നുള്ളതാണ്. ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പന്റ് തിയറി എന്നാണ്. ഈ 3 തിയറികൾ എന്താണെന്നും അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നും അതിൻ്റെ സാധ്യതയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിനി നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.